കൂരിയാട് പാടത്തും സൂര്യകാന്തി വിളഞ്ഞു. പൂക്കൾ കാണാനും സെൽഫി എടുക്കാനും മൊബൈലിൽ പകർത്താനുമായി വീട്ടമ്മമാരും കുട്ടികളുമടക്കം നിരവധി പേർ കാഴ്ചക്കാരായി എത്തുന്നു. യുവകർഷകൻ കൂരിയാട് മാടംചിനയിലെ ചെമ്പൻ ഷബീർ അലിയാണ് മറ്റു കൃഷിക്കൊപ്പം പൂക്കൃഷി കൂടി ചെയ്ത് പുതിയ പരീക്ഷണങ്ങൾ ഇറക്കിയിട്ടുള്ളത്. ഒരേക്കറിനടുത്ത സ്ഥലത്താണ് യുവാവ് സൂര്യകാന്തി കൃഷി ഇറക്കിയത്. വ്യവസായികമായിരുന്നില്ല ലക്ഷ്യം. ഈ പാടത്തെ മികച്ച കർഷകരിൽ ഒരാളാണ് ഷബീർ അലി. 15 ഏക്കറിൽ കിയാർ, ഒരേക്കറിൽ തണ്ണിമത്തൻ, 3 ഏക്കർ പച്ചക്കറി, മത്തൻ, ചിരങ്ങ തുടങ്ങിയ കൃഷികൾ കൂടി ഇറക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വരുന്ന ശത്രുകീടങ്ങളെ സൂര്യകാന്തി പൂവിലേക്ക് ആകർഷിപ്പിച്ച് മറ്റു വിളകളെ സംരക്ഷിക്കുകയായിരുന്നു ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. കൃഷി വിജയിച്ചതോടെ അടുത്ത വർഷം വ്യവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനും ലക്ഷ്യമുണ്ടെന്ന് ഷബീർ അലി പറഞ്ഞു. പ്രൊട്ടക്ഷനാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പരിസ്ഥിതിയടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു നോക്കിയാണ്. അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് വ്യാപിക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. കൂടുതലായിട്ട് തണ്ണിമത്തനാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു 12-13 ഏക്കറോളം തണ്ണിമത്തൻ ചെയ്യുന്നുണ്ട്. ബാക്കി ഏകദേശം പൂക്കൃഷി ഉണ്ട്, പിന്നെ ചെണ്ടുമല്ലിയുണ്ട്, പിന്നെ അത്യാവശ്യം നമുക്ക് പിന്നെ വെജിറ്റബിൾ അത്യാവശ്യം നമുക്ക് എന്താ പറയുക, പൂക്കൾ വരുന്ന സമയത്ത് നമ്മളെ മറ്റുള്ള കൃഷിയിലേക്കുള്ള ആ ഒരു ശത്രുകീടങ്ങൾ ഏകദേശം നമുക്ക് ഏകദേശമൊക്കെ ഇവിടെ അങ്ങോട്ട് കൊണ്ട് സൂര്യകാന്തി ഫ്ലവർ മേലൊക്കെ ഇങ്ങനെ തീർന്നു പോകും. നല്ലൊരു വാണിജ്യ വില കൂടിയാണ് സൂര്യകാന്തി. ഇതിന്റെ കുരു ആട്ടിയെടുത്താണ് സൺഫ്ലവർ ഓയിൽ നിർമ്മിക്കുന്നത്. വിത്തിട്ട് 50 ദിവസത്തെ വളർച്ചയ്ക്ക് ശേഷം പൂ വിരിയും. ഒരാഴ്ചയ്ക്ക് ശേഷം 20 ദിവസത്തെ ഉണക്കവും കഴിഞ്ഞ് വിത്ത് എണ്ണയാക്കാനാണ് തീരുമാനം. പരമ്പരാഗത കർഷകനായ ഷബീർ അലിയും സഹോദരങ്ങളും 20 ഏക്കറിലധികം ഭൂമി പാട്ടത്തിനെടുത്ത് ഈ പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. മികച്ച നെൽകർഷകൻ കൂടിയായ സഹോദരൻ ജാഫർ നേരത്തെ ഇതേ പാടത്ത് ഓണ സീസണിൽ മല്ലിക കൃഷി ചെയ്ത് ശ്രദ്ധേയനായിരുന്നു. ഇക്കുറി ഷബീർ അലിയും ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിട്ടുണ്ട്. കൂടാതെ പച്ചക്കറി അടക്കം വിവിധ കാർഷിക വിളകൾ നേരിട്ട് വാങ്ങാനും സൂര്യകാന്തി പാടത്തോട് ചേർന്ന് പ്രത്യേക സൗകര്യമൊരുക്കിയതായി ഷബീർ അലി പറഞ്ഞു. നമ്മളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വൈബ് കാണില്ല. കാരണം എന്നാൽ നമ്മളിവിടെ ഈ സ്റ്റാള് ഏകദേശം ചെയ്യുന്നുണ്ട്. ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെയുള്ള കൃഷിയെ നമുക്ക് ലൈവായിട്ട് ഏകദേശം നമുക്ക് വിളകളൊക്കെ ഏകദേശം ഇവിടെ നമുക്ക് വിറ്റ് തീർക്കാന്നുള്ള ഉദ്ദേശം വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മാർജിൻ കുറച്ചിട്ട് എങ്ങനെയായാലും എന്താ നമ്മൾ കടയിൽ കൊടുക്കണമെങ്കിൽ മാർജിൻ കുറച്ചിട്ട് നമുക്ക് കൊടുക്കാന്നുള്ള ഉദ്ദേശമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഉദ്ദേശമാണ്. ന്യൂസ് ഡെസ്ക് MTA ന്യൂസ്.